കുറച്ചു വർഷങ്ങളായി തുടർ പരാജയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് മോഹൻലാൽ. അതിൽ നേരിയ ആശ്വാസം നേരി എന്ന മൂവി സൂപ്പർ ഹിറ്റായത്. അതൊഴികെ ബാക്കി എല്ലാ ചിത്രങ്ങളും മോഹൻലാൽ ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും നിരാശപ്പെടുത്തി. കോവിഡിന് ശേഷം വന്ന മോഹൻലാൽ ചിത്രങ്ങളിൽ മിക്കതും വൻ പരാജയമായി മാറി. എന്നാൽ 2025 കടക്കുമ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി പിടിക്കുകയാണ്. മലയാള സിനിമാ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും കാത്തിരുന്ന ഒരു ലൈനപ്പ് തന്നെയാണ് 2025 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ അടുത്തിറങ്ങിയ മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രം പോലും മോഹൻലാൽ ആരാധകർ വൻ പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല, ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. കോവിഡിന് ശേഷം തുടർ പരാജയങ്ങളുമായി വിഷമിക്കുന്ന മോഹൻലാൽ ഒരു വശത്തും തുടർ ഹിറ്റുകൾ സമ്മാനിച്ച് മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് മമ്മൂട്ടി മറുവശത്തുമാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മികച്ച ചിത്രങ്ങൾ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ കോവിഡിന് ശേഷം മമ്മൂട്ടിയുടേതാണ് കൂടുതൽ ഇറങ്ങിയതും അതിൽ മിക്ക സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുമാണ്. വ്യത്യസ്ത തരം കഥാപാത്രങ്ങൾ അദ്ദേഹം പരീക്ഷിക്കുമ്പോൾ മോഹൻലാൽ ഒരു കൂട്ടം സ്ഥിരം സംവിധായകരിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ 2024 അദ്ദേഹം ചുവട് മാറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനോടൊപ്പമാണ്. ആ ചിത്രം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം ചുവട് മാറ്റിയിട്ടില്ല. അദ്ദേഹം വീണ്ടും പുതുമുഖ സംവിധായകർക്കൊപ്പം കൂടുതൽ ചിത്രങ്ങളിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ലൈനപ്പ് വളരെ മികച്ചതാണ്. ഏതൊരു മോഹൻലാൽ ആരാധകർക്കും ആവേശം കൊള്ളുന്ന ലൈനപ്പാണ് 2025 മോഹൻലാലിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം, 2025 മോഹൻലാലിന്റെ വൻ തിരിച്ചുവരവാകും. അടുത്ത വർഷം മോഹൻലാലിൻ്റെ തന്നെയാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊത്ത കഥാപാത്രങ്ങളാണ് അദ്ദേഹം അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമെത്തുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിലെത്തുന്ന ബറോസ് എന്ന മൂവിയാണ്. രണ്ടാമതെത്തുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാൻ എന്ന മൂവിയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ ആയിരിക്കും നേടുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നീട് ഏറെ കാലത്തിന് ശേഷം മോഹൻലാൽ മണ്ണിൽ ഇറങ്ങി അഭിനയിക്കുന്ന ചിത്രമാണ് തുടരും. ഹൃദയപൂർവ്വം എന്ന ചിത്രവും അതിനുശേഷം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. സൗദി വെള്ളിക്ക എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺ മൂർത്തി ഒരുക്കുന്ന ചിത്രമാണ് തുടരും എന്ന മൂവി. കൂടാതെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ആ ചിത്രത്തിനുണ്ട്. പിന്നീടുള്ളത് മോഹൻലാലും മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രവും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നീടുള്ളത് ആവേശം എന്ന ചിത്രത്തിന് ശേഷം ജിത്തു മാധവ് ഒരുക്കുന്ന മോഹൻലാൽ ചിത്രമാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 2025 മോഹൻലാൽ എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയുടെയും വിജയങ്ങൾ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളിൽ എത്ര പേർ മോഹൻലാലിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.